ഇന്ന് നമുക്ക് ചപ്പാത്തിക്കൊരു കറി ഉണ്ടാക്കാം, മത്തങ്ങ വെച്ചിട്ട്. ആദ്യമേ ഈ മത്തങ്ങ തൊലി കളഞ്ഞെടുക്കുക. മൂക്കാത്ത തൊലിയാണെങ്കിൽ നമുക്ക് വെക്കാം, മൂത്ത തൊലിയായിട്ട് ഇതം കളഞ്ഞേക്കാമേ. നമുക്കിതൊന്ന് ചെത്തി ഒരുക്കി എടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. രണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാമേ. ഇതുപോലെ മുറിച്ചെടുക്കണേ. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. രണ്ട് മത്തങ്ങയെല്ലാം ഇവിടെ അരിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ചു. എണ്ണയും ചൂടായി. ആദ്യമേ നമുക്ക് ഇച്ചിരി പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ ഉലുവ. ഈ കറിക്ക് ടേസ്റ്റ് തരുന്നത് ഉലുവായും പെരിഞ്ജീരകവുമാണ്. കടുകും ജീരകവും അല്ല ഇതിനകത്ത് ഇടുന്നത്. പെരിഞ്ജീരകവും ഉലുവായും ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങയൊന്നും ആരും കഴിക്കാത്ത, പക്ഷേ അത് ഗുണമൊക്കെ ഉള്ള സാധനമാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം ഇടയ്ക്കൊക്കെ. നമ്മൾ വെറുതെ വലിച്ചു കളയുന്ന സാധനങ്ങളാണ്. വേകാനായിട്ടൊന്ന് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് വേകട്ടെ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പും കൂടി ഇട്ടിട്ട് തക്കാളിയും ഈ മത്തങ്ങയും വേഗം വന്നിട്ട് അതേ നിന്ന് വെള്ളവും ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്തോളും. നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതൊന്ന് അടച്ചെടുത്ത് വെക്കാം. 2 മിനിറ്റ് വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മുളകൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. തീയൊക്കെ ഏറ്റവും ചെറിയതായിട്ട് വെക്കണം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, റെഡിയായി. ഒരു 5 മിനിറ്റ് കൊണ്ട് കറി റെഡിയാകും. ഒരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാം. മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഇങ്ങനെയൊക്കെ മത്തങ്ങ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.